എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ രണ്ടാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, ആർക്കൊക്കെ രജിസ്റ്റർ ചെയ്യാം എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കനിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സുപ്രധാനമായ അറിയിപ്പിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FIUGP രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ എന്നായിരിക്കും വിളിക്കുക, ഉടൻ വരുമോ എന്നൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ വിളിക്കാൻ പോകുന്നൊരു നോട്ടിഫിക്കേഷനാണ് FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും. FIUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയും അതുപോലെ തന്നെ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയും നോട്ടിഫിക്കേഷൻ ഉടൻ വരാൻ പോവാണ്. അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമെന്ന് പറഞ്ഞത്, വിദ്യാർത്ഥികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ വർഷം തൊട്ടാണ് നമ്മൾ ഡിഗ്രിയുടെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഡിഗ്രിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ട് പോലും നമുക്ക് ഇത്രയും പ്രൊഫഷണലായിട്ട് വിദ്യാർത്ഥികളോട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട്. അതെൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ വർഷം ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നടക്കുന്നതും ഹാൾ ടിക്കറ്റ് വരുന്നതും പരീക്ഷ എഴുതുന്നതും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നതും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തിൽ തന്നെയായിരുന്നു. അതായത് രജിസ്ട്രേഷൻ വിളിച്ചത് ഒരു മാസത്തിൽ പരീക്ഷ നടന്നത് നവംബർ ഡിസംബർ മാസത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചതും ഒരു മാസം തന്നെയായിരുന്നത്. ഒരു മാസത്തിനുള്ളിൽ തന്നെയായിരുന്നു. അതായത് FIUGPയുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷ ഡിസംബർ 30-നും പരീക്ഷയുടെ റിസൾട്ട് ഡിസംബർ 30-നും അതുപോലെ തന്നെ 5ാം സെമസ്റ്റർ 3 വർഷ വിദ്യാർത്ഥികളുടെ 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് എന്നും പ്രസിദ്ധീകരിച്ചു, ഒരു ജനുവരി മാസം പകുതിയോടും കൂടി. പിന്നെ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരാഴ്ചക്കിടയിൽ 3 വർഷ വിദ്യാർത്ഥികളുടെ 3ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ടും പ്രസിദ്ധീകരിച്ചു. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡിസംബർ 30 മുതൽ ജനുവരി 30 വരെയുള്ള ഒരു മാസത്തെ പീരീഡ് നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാകും, ഈ 1, 3, 5 സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നതുൾപ്പെടെ ഒരു മാസത്തിനുള്ളിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 2ാം സെമസ്റ്റർ പരീക്ഷയും ഉടൻ വിളിക്കുമെന്ന്. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇപ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 3-ാം തീയതി വരെ നിങ്ങൾക്ക് ഫൈൻ ഇല്ലാതെയും ഫെബ്രുവരി മാസം 6-ാം തീയതി വരെ നിങ്ങൾക്ക് ഫൈനോട് കൂടി രജിസ്റ്റർ ചെയ്യാം, 190 രൂപ ഫൈനോട് കൂടി. അപ്പോൾ ആ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷനും കൂടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് കഴിയുന്നതിന് മുമ്പ് വിത്തിൻ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം തന്നെ ഉടനെ വിളിക്കാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും. അത് FIUGPയുടെ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ 2ാം സെമസ്റ്റർ 3 വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷയുടെയും നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിലൂടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈവൻ സെമസ്റ്റർ പരീക്ഷകളാണ് ഇനി വിളിക്കുന്നത്. 2, 4, 6 ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ. ഓഡ് സെമസ്റ്റർ പരീക്ഷ നടന്നതുപോലെ തന്നെ ഈവൻ സെമസ്റ്റർ പരീക്ഷ നടക്കും. വാല്യുവേഷൻ ഒരു മാസത്തിലായിരിക്കും, റിസൾട്ടും ഒരു മാസത്തിനുള്ളിൽ 3 എണ്ണം പുറത്തു വരുന്നതായിരിക്കും. അപ്പോൾ ഇനി എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യാമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും, നമുക്ക് നോക്കാം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ അറിയിക്കും. അപ്പോൾ ആ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അവിടെ രജിസ്ട്രേഷൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് കയറാം. സ്റ്റുഡൻറ്റ് പോർട്ടൽ വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറി
നിങ്ങൾ നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ കയറുക, ശേഷം എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്കവിടെ എക്സാം രജിസ്ട്രേഷൻ എന്ന ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ FIUGP വിദ്യാർത്ഥികളാണെങ്കിൽ പേപ്പറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ 3 വർഷ വിദ്യാർത്ഥികളാണ് അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേപ്പറുകൾ അവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് അതിന് അടിയിൽ പേ ഫീസ് എന്ന ലിങ്ക് ലഭ്യമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആകും. അതുപോലെ തന്നെ FIUGP വിദ്യാർത്ഥികളുടെ ആണെങ്കിൽ നിങ്ങൾ പേപ്പറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ 6 പേപ്പറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ചില വിദ്യാർത്ഥികൾക്ക് 7 വിഷയമുണ്ട്. അത് വളരെ ചുരുക്കം വിദ്യാർത്ഥികൾക്കാണ്. 6 7 ആയിക്കോട്ടെ. ആ പേപ്പറുകളൊക്കെ കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക. ശേഷം അതിൽ പേ ഫീസ് എന്ന ഒരു ഡിക്ലെയർ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ പേ ഫീസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേ ചെയ്യാം. യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങളുടെ പേ ചെയ്യാം. പണം നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഒരു 1000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക. അത് ഫീ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സമർപ്പിക്കാം. ആർക്കൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക നമുക്ക് നോക്കാം. 2019 മുതൽ 2023 വരെ അഡ്മിഷൻ വിദ്യാർത്ഥികൾ, 2019 മുതൽ 2024 ഓക്കെ, 2019 മുതൽ 2024 വരെയുള്ള അഡ്മിഷൻ വിദ്യാർത്ഥികൾക്കാണ് ഇതിനായി രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. 2019 2024 ഇടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും രജിസ്ട്രേഷൻ ഉണ്ടാകുക. കാരണം FIUGP വിദ്യാർത്ഥികളും ഒപ്പം നിങ്ങളുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ 2019 മുതൽ 2019 മുതൽ 2024 വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. 2019 മുതൽ 2024 വരെ, ഒന്നുകൂടെ ഓർത്തിരിക്കുക, 2019 മുതൽ 2024 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും ഉടൻ തന്നെ, ഏതാണ്ട് വിത്തിൻ 2 ആഴ്ചക്കകം 2 ആഴ്ചക്കകം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ FIUGP 2ാം സെമിസ്റ്റർ ബിരുദ പരീക്ഷയുടെയും അതുപോലെ തന്നെ 2ാം സെമിസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് നോട്ടിഫിക്കേഷനും ഉടൻ തന്നെ വിളിക്കും. അത് 3 വർഷ വിദ്യാർത്ഥികളുടെയാണ് സപ്ലിമെൻ്ററി നോട്ടിഫിക്കേഷൻ. അത് 4 ഇയർ വിദ്യാർത്ഥികൾ നോക്കേണ്ട ആവശ്യമില്ല. അത് സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികൾ നോക്കിയാൽ മതി. തീർച്ചയായും ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് അറിയിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, അപ്പോൾ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.